ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫയറി 4ൻ്റെ 7th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മാംഗ്ലി ടിയാനോടും ലിഷ്യനോടും അവരുടെ സ്റ്റോറിനെ പറയാനുണ്ട്. അതായത് മാംഗ്ലി ചെറുതായിരിക്കുന്ന സമയത്ത് അവൾക്ക് എന്തോ ഒരു ആപത്ത് വന്നു. ടിയാൻ ഷിങ്, അതായത് ടിയാൻ്റെ അച്ഛനാണ് അവളെ രക്ഷിച്ചത്. ഇപ്പോൾ ഉള്ള ഒരു അമ്മേൻ്റെയും അച്ഛൻ്റെയും കയ്യിലേക്ക് അവളെ ഏൽപ്പിച്ചത്. അപ്പോൾ അവൾ പറയാണ്, അവൾ ഈ ഒരു നാട്ടിലുള്ള കുട്ടിയല്ല, എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ കൊല്ലാൻ നോക്കിയതും, അതുപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, അതുപോലെ ടിയാൻ ഷിങ് എന്തിനാണ് എന്നെ രക്ഷിച്ചതെന്നും എനിക്കറിയണം എന്നവൾ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടിയാൻ ഷിങ്ങിന് എന്ത് പറ്റിയത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ഭൂതകാലത്ത് എന്താ എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ സാധിക്കുമല്ലോ. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ലിനിഷ ചോദിക്കുന്നുണ്ട്, നീ ചെറുതായിരുന്ന സമയത്ത് നിനക്ക് എങ്ങനെയാണ് ടിയാൻ്റെ അച്ഛനെ പറ്റി ഇത്ര ഓർമ്മ ഉണ്ടാവാം, ടിയാൻ്റെ അച്ഛൻ്റെ മുഖം എങ്ങനെയാണ് നിനക്ക് ഇത്ര ഓർമ്മയിൽ വരുന്നതെന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയില്ല, അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, ആ ഓക്കെ നീ ഞങ്ങളുടെ കൂടെ വന്നോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നുണ്ടാവില്ല കേട്ടോ. ലിൻഷയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ആ മുഖം മൂടിയിട്ട് ആളുടെ കാര്യത്തിൽ പേടിയായതുകൊണ്ട് തന്നെ അവൾ പറയും, ഇല്ല നീ ഇപ്പോൾ വരേണ്ടതില്ല, കാരണം നിൻ്റെ അച്ഛനും അമ്മ ഇപ്പോൾ ഉള്ള അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സങ്കടമാവും, അതുകൊണ്ട് നീ അവരോട് ഇരുന്നാൽ മതി എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അടുത്ത സീനിൽ കാണിതാ ടിയാനും ലിൻഷനും പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെയുള്ള വേലക്കാരൊക്കെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ ഇവർക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, അയ്യോ നമുക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മജിസ്ട്രേറ്റ് വന്നിട്ട് പറയും, മോനെ നിങ്ങളെപ്പോലെയൊന്നും എൻ്റെ കുട്ടി ശീലിച്ചിട്ടില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുന്നതെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ചോദിക്കും, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സമ്മതിച്ചു ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മജിസ്ട്രേറ്റ് നമ്മുടെ മാംഗ്ലിയെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ്. അതായത് നമ്മുടെ മാംഗ്ലി മജിസ്ട്രേറ്റിനോട് ഇങ്ങനെ സമ്മതിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്, അതായത് ടിയാൻ്റെ അച്ഛൻ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയണം, എന്നാൽ മാത്രമാണ് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ കാലിലെടുത്തിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മജിസ്ട്രേറ്റിനാണെങ്കിൽ മനസ്സിലാവും, ഇവർക്ക് എല്ലാം മനസ്സിലായി എന്നുള്ള രീതിയിൽ മജിസ്ട്രേറ്റിന് മനസ്സിലാവുമ്പോൾ ഇനി ഇവളെ വിടാതിരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് ഇങ്ങനെ സമ്മതിക്കാണ്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാംഗ്ലിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ മാംഗ്ലി നമ്മുടെ ടിയാന് വലിയൊരു അമ്പും ഒക്കെ കൊടുക്കുന്നുണ്ട്, അമ്പും വില്ലും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കുള്ള എൻ്റെ സമ്മാനം എന്ന് പറഞ്ഞ് നമ്മുടെ ടിയാനും കൊടുക്കുമ്പോഴത്തേക്കും ടിയാന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ ടിയാൻ പറയും കേട്ടോ, ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം കൊണ്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മുടെ ലിൻഷയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നടന്ന എല്ലാ സംഭവങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ട് അവർക്ക് കൊടുക്കായിരിക്കും. എന്നിട്ട് പറയും, ഈ ലോകത്ത് നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ നിനക്ക് നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, നീ ഒരു ചെറിയ കുട്ടിയായിരുന്നില്ലേ, വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞവളല്ല, അപ്പോൾ നീ ഇതിനെ പറ്റിയൊക്കെ എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അടുത്ത സീനിൽ മജിസ്ട്രേറ്റിൻ്റെ വൈഫും ഇവരെ യാത്ര അയക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചോങ്കേനെ ഉണ്ട്. ചോങ്ക എന്ന് വെച്ചാൽ നമ്മുടെ ശുവാൻ പുറത്തിറങ്ങി എന്നുള്ളൊരു ഇത് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ശുവാനെ കാണാൻ വേണ്ടിയിട്ട് ശുവാൻ്റെ അടുത്തേക്ക് വന്നേക്കായിരിക്കും. ശുവാനാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ ഒരു ഐസിൻ്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന പോലെ തന്നെ കിടക്കായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ ചോങ്കയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ശുവാനെ നശിപ്പിക്കാൻ നോക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണെങ്കിൽ നമ്മുടെ ശുവാൻ ഈ ചോങ്കേൻ്റെ ശക്തിയെ തടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ചോങ്കക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതമായി പോകും. ആ സമയത്ത് നമ്മുടെ ശുവാൻ അതിനുള്ളിൽ പറയുന്നുണ്ടോ, നിനക്ക് എന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചോങ്ക പറയും, ഞാൻ ഇനി പഴയതുപോലെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കത്തില്ല, ഞാൻ നശിപ്പിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശുവാൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, അതിന് നിന്നെക്കൊണ്ട് ഇനി ഒരിക്കലും സാധിക്കത്തില്ല എന്ന് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ ലിൻഷയും ടിയാനും അതുപോലെ മാംഗ്ലിയും കൂടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മജിസ്ട്രേറ്റിൻ്റെ വൈഫും കൂടി മാംഗ്ലിക്ക് ഒരു സാധനം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്ക് ഈ ഒരു സ്ഥലത്തെ പറ്റി ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മയാണ്, ഇതിൻ്റെ ഒരു വാസം അതിലൊരു സ്പ്രേ പോലുള്ള സംഭവമായിരിക്കും, അതിലൊരു വാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മാംഗ്ലി ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ലിൻഷ ചോദിക്കും, ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാംഗ്ലി പറയും, ഇതൊരു മായാജാലം കാണും, ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, മന്ത്രങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്, ഇത് എത്ര വർഷം വായിച്ചാലും തീരത്തില്ല, നമുക്ക് പഠിക്കാനും പറ്റത്തില്ല, അത്രയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് ഇങ്ങനെ പറയും. അടുത്ത സീനിൽ ഇവരിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു സിറ്റിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, ഇറങ്ങി നമ്മുടെ സ്ഥലത്തെത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇറക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുന്നുണ്ട്, നമ്മൾ പോയ സമയത്ത് ഈ സിറ്റിയിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നില്ല, ഇപ്പം എന്താണ് ഇവിടെ ആരും കാണുന്നില്ല എന്നുള്ള രീതിയിൽ ലിൻഷ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അവിടെ ഒരുപാട് പേരെ ഇങ്ങനെ സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയുന്നുണ്ട്, ഇവർക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പോയി നോക്കാമെന്നിട്ട് നോക്കുമ്പോഴത്തേക്കും അതിലൊരുപാട് ആൾക്കാർ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ് കേട്ടോ. പക്ഷെ അവരുടെ ദേഹത്തൊന്നൊരു മുറിവോ കാര്യങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ ഇവർ മൂന്നാളും കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവിടെ നമ്മുടെ സീയിങ് ഉണ്ടാവും. അപ്പോൾ ഇവരെ മൂന്നാളെയും കാണുമ്പോഴത്തേക്കും സീയിങ്ങിനടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയും കേട്ടോ. ആ സമയത്തോടെ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ആരാണ് പേഷ്യൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും എന്താ ലിങ്ഷിനെ കണ്ടിട്ട് പറയും ഇവളാണ് പേഷ്യൻ്റ് എന്ന് പറയട്ടെ, ഇവൾക്ക് എപ്പോഴും ഉറക്കാണെന്ന് ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും എനിക്ക് ഉറക്കമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ടയർനെസ് മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ പറയുമ്പോൾ ഇവിടെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ പറയും ഇവിടെ കിടക്കുന്ന ആർക്കും ഒരു രോഗം തന്നെ ഇല്ല, പക്ഷെ രാത്രി ഉറങ്ങുന്ന പോലെ ഇവരെല്ലാ നേരവും ഉറങ്ങുകയാണ്, അതെന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാഗ്ലി ഒരാളുടെ അടുത്ത് പോയിട്ട് നോക്കുന്നുണ്ട് അവർക്ക് എന്താ ഓരോ ഷട്ടിൽ സംഭവിച്ചതെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സീയിങ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഓരോ ആപത്തുകൾ വിളിച്ചു വരുത്തേണ്ടതില്ല, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല, നിങ്ങൾ എൻ്റെ സ്ഥലത്തേക്ക് പോരുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സീയിങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടിയാനും അവരെല്ലാവരും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ സീയിങ് പറഞ്ഞ പോലെ ഇവർ ആ സീയിങ്ങിൻ്റെ കുലത്തിലുള്ള ഒരു വലിയൊരു മാളിക പോലത്തെ സ്ഥലത്തേക്ക് എത്താണ്. അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ വായിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടിയാനും ലിങ്ഷക്കാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാനൊരു മടി. അപ്പോഴത്തേക്കും നമ്മുടെ മാഗ്ലി പറയും ഇതൊരു ശോകം മ്യൂസിക്കാണ്, അതായത് അവർക്ക് അവരുടെ പ്രിയപ്പെട്ടത് ആരോ അവരെ വിട്ടു പോകാന്നുള്ള ഭയമൊക്കെ അവളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് അവളിങ്ങനെ ശോകം മ്യൂസിക്കൊക്കെ ചെയ്യുന്നതെന്ന് പറയട്ടോ. ആ സമയത്ത് നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു ഭയമുണ്ട്, നിങ്ങൾ രണ്ടാളെയും വിട്ട് ഞാൻ പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെ ഒരു പേര് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് ആ പെണ്ണ് എന്തിനാണ് ഇങ്ങനെ മ്യൂസിക്കൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരെന്നെ പറയും ആ പെണ്ണ് വലിയൊരു വീട്ടിലെ മരുമകളാണ്, അവൾ ആ വീട് വിട്ട് ഓടിപ്പോയി പിന്നീട് തിരിച്ചു വന്നിട്ട് അവൾ അവളുടെ ഒരു സ്വത്തിൻ്റെ ഭാഗം ചോദിച്ചു, പക്ഷെ അവർ കൊടുക്കുന്നുമില്ല, അവൾ അകത്തേക്ക് കയറ്റി വിടുന്നില്ല, അതുകൊണ്ടാണ് അവൾ പുറത്ത് നിന്ന് ഇങ്ങനെ മ്യൂസിക് ചെയ്തിട്ട് എല്ലാവരെയും കഷ്ടപ്പെടുത്തുന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഭയങ്കര കഷ്ടമാണെന്ന് തോന്നിയിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആ പെണ്ണ് വീണ്ടും മ്യൂസിക്കിലൂടെ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് അവിടെയുള്ള വേലക്കാരെയൊക്കെ താഴേക്ക് പറന്ന് വീഴുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ പെണ്ണിങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് ഇവരോട് ഞാൻ ഇനി തിരിച്ച് വരുന്നു പറഞ്ഞിട്ട് ആ പെണ്ണ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ലിനിഷ് പറയുന്നുണ്ട് സ്വത്തിന് വേണ്ടി അടി കൂടുന്ന പെണ്ണ് അത്ര നല്ല പെണ്ണായിരിക്കത്തില്ല, നമ്മളിനി ഇവളെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ സ്വത്തിന് വേണ്ടി അടികൂടി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും ഇവന് എന്നെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ, ഇനി ഈ കഥ മൊത്തം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ട് പറഞ്ഞിട്ട് ഇവിടെ പറയുമ്പോൾ നമുക്ക് സീയിൻ്റെ മാളികയിലേക്ക് പോകാമെന്ന് ഇങ്ങനെ പറയട്ടെ. അപ്പോഴത്തേക്കും അവരിങ്ങനെ അകത്തേക്ക് ചെല്ലാണ്. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി പോലത്തെ ഒരാളുണ്ട്, അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സീയിങ്ങിനെ വളരെയധികം നന്നായി അറിയാം, അപ്പോൾ സീയിങ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾ അകത്തേക്ക് കടത്തിവിടാൻ പറയുമ്പോഴത്തേക്കും അയാൾ പറയും ഇല്ല സീയിങ് വന്ന് പറയാതെ ഞങ്ങൾ അകത്തേക്ക് കടത്തിവിടില്ല ഇങ്ങനെ പറയും. ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മുടെ ലിങ്ഷ ടിയാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇത് ആരുടെ മകനാണെന്നറിയോ, ടിയാൻഷിങ്ങിൻ്റെ മകനാണ്, ടിയാനാണെന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ ടിയാൻഷിങ്ങിൻ്റെ മകനാണോ എന്നങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ വേറൊരാൾ വരുന്നുണ്ട്, എന്നിട്ട് പറയും ഇത് സീയിങ്ങിൻ്റെ ഫ്രണ്ട്സാണ്, ഇവരകത്തേക്ക് കയറ്റിവിടുന്ന് പറയുമ്പോഴത്തേക്കും അവരിങ്ങനെ അവരെ മൂന്നാളെയും അകത്തേക്ക് കയറ്റിവിടുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സീയിനെ ഉണ്ടോ. സീയിങ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ തലവരോട് ഇങ്ങനെ സംസാരിക്കണം, അതായത് അവിടെ കുറേ പേർക്ക് വയ്യാതായിരിക്കുന്നത് അത് ശാപമാണോ എന്താണെന്ന് അറിയത്തില്ല, അപ്പോൾ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മന്ത്രക്കട്ട എനിക്ക് വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു തലവരിനെ പറയുന്നത് നിനക്കാണ് ഇപ്പോൾ അസുഖം ബാധിച്ചിരിക്കുന്നത്, ഞാൻ നിനക്കൊരു സംഭവം കയ്യിലേക്ക് തരാം, നീ അത് 2 ദിവസം ഉപയോഗിക്കും, എന്നിട്ട് നിൻ്റെ ആ ഒരു മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നീ വീണ്ടും നിൻ്റെ പണികളെല്ലാം ആരംഭിക്കും എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ സീൻ പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ സീൻ അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാംഗ്ലിക്കും അതുപോലെ നമ്മുടെ ലിങ്ഷയ്ക്കും ഒരു റൂം കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും ഞാൻ ഈ റൂമിൽ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളവിടെ പോയി കിടക്കാനുണ്ട്. അവൾക്ക് ഒട്ടും വയ്യാണ്ടായി ഇരിക്കായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ അവളവിടെ കിടന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലിങ്ഷയ്ക്ക് മരുന്ന് വാങ്ങാനായിട്ട് നമ്മുടെ ടിയാനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റ് അവളൊരാളെ കൂട്ടിയിട്ട് വന്നിട്ട് ഒരുപാട് മരുന്നൊക്കെ ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടേക്ക് മാംഗ്ലി വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് നീ ഇത് മരുന്ന് ചെയ്യാൻ പോവാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളോട് ഒരുമിച്ച് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ലിങ്ഷിനെയാണ്. അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. ആ സമയത്ത് അവൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്, അതായത് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അവൾ ആരും കാണാതെ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ടിയാനും മാംഗ്ലിയും കൂടി ലിങ്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് തയ്യാറാക്കായിരിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ ടിയാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മധുരമുള്ള മിഠായികളും കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ചോദിക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടിയാൻ പറയും ഇത് ഭയങ്കര കയ്പ്പാണ്, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കയ്പ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മധുരം വാങ്ങിയെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിക്ക് എന്തോ പൊളിയാവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് നീ പേടിക്കണ്ട, നിനക്ക് ഇനി എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും നിന്നെ ട്രീറ്റ് ചെയ്യാന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ ലിങ്ഷ മറ്റേ മാസ്ക് മാനെ കാണാൻ വേണ്ടി ഓടി വരുന്നുണ്ട് കേട്ടോ. മറ്റേ മാസ്ക് മാനാണെങ്കിൽ റോബോട്ടിനെ പോലെ ഇരിക്കും, മനുഷ്യന്മാരെ സംസാരിക്കുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, നിർത്തിയായിരിക്കും സംസാരിക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയും ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തരാം, അത് കുടിച്ച് കഴിഞ്ഞാൽ നിൻ്റെ ആ ഒരു നിർത്തിയുള്ള ഒരു സംസാരം നിൽക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാസ്ക് മരുന്നോ എനിക്കോ എന്നുള്ള രീതിയിൽ
ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ചിനെ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, എന്താ നീ എന്നോട് വരാൻ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാസ്ക് മാൻ പറയും, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷൊക്കെ എന്തോ പോലെയാവും. ആ സമയത്ത് തന്നെ അവിടെ ഒരു മറ്റേ കളിപ്പാട്ടമൊക്കെ വിൽക്കുന്ന ആൾ വരുന്നുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ ലിങ്ഷ ഓടിപ്പോയിട്ട് ഒരു ഡ്രംസിൻ്റെ കളിപ്പാട്ടം വാങ്ങിയിട്ട് നമ്മുടെ മാസ്ക് മാന് കൊടുക്കുന്നുണ്ട്. പറയും, ഇത് വെച്ച് നീ ഇടയ്ക്കിടയ്ക്ക് ഇതാക്കിയാൽ മതി, നിൻ്റെ വിക്കൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അവർക്കൊന്നും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാസ്ക് മാനാണെങ്കിൽ ആ ഡ്രംസിൻ്റെ കളിപ്പാട്ടം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ചീത്ത ശക്തിയും അതേപോലെ തന്നെ നാഗന്യയും കൂടിയാണ് കേട്ടോ. അപ്പം നാഗന്യ ചീത്ത ശക്തിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് നമ്മുടെ ടിയാനും ലിങ്ഷയും വന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ ഒരു വാള് വാങ്ങണം, പക്ഷെ ആ വാള് പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് ഭയങ്കര കുളിരുള്ളതാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ചീത്ത ശക്തി പറയുന്നത്, നീ എന്തായാലും അത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ടിയാനും മാംഗ്ലികളും മരുന്നായിട്ട് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷനെ അവിടെ കാണുന്നുണ്ടാവില്ല കേട്ടോ. പുറത്ത് പോയെന്ന് വിചാരിച്ചിട്ട് അവരിനെ പേടിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ വന്നിട്ട് പറയും, ഞാൻ കാറ്റ് കൊള്ളാൻ വെറുതെ പുറത്തേക്ക് പോയതാന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മരുന്നാണോ ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് വേണ്ടിയുള്ള മരുന്നാണ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ കയ്പാവുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും, കയ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ടിയാൻ കുറച്ച് മിഠായികളൊക്കെ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും, എന്നാൽ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ ഒരു മരുന്ന് വായിൽ വെച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾക്ക് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടിയാൻ മിഠായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ലിങ്ഷയാണെന്നുണ്ടെങ്കിൽ അവൻ ചിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ വായിലേക്ക് ഒരു മിഠായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മാംഗ്ലി നോക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷയാണെന്നുണ്ടെങ്കിൽ ഒരു മിഠായി എടുത്ത് നമ്മുടെ മാംഗ്ലീൻ്റെ വായിൽ വെച്ചെടുത്തിട്ട് പറയും, ഇനി ഈ ഉലകത്തിലുള്ള എല്ലാം നമ്മൾ ഒരുമിച്ചായിരിക്കും ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടാവും, അതൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത നിമിഷം ഇവർ രണ്ടാളും കൂടി സ്നാക്സ് വാങ്ങാന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി വരായിരിക്കും കേട്ടോ. ആ ടൈമിലായിരിക്കും അവിടുത്തെ അസിസ്റ്റന്റ് പറയാൻ, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് സീൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അടുത്ത് എന്തൊക്കെയോ ഒരു ആപത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് ഇങ്ങനെ ആലോചിക്കും, മാസ്ക് മാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടും അവൾ വേഗം പേടിച്ചിട്ട് അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മാംഗ്ലി അവളുടെ പുറകിൽ കൂടി ഓടി പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണുന്നത് വെച്ചാൽ നമ്മുടെ സീയിങ്ങും അവരുടെ കൂട്ടാളികളും കൂടിയിട്ട് എവിടെയാണ് ഒരു ആപത്തുള്ളതെന്നുള്ള രീതിയിൽ മാനത്തൊക്കെ പറഞ്ഞിട്ട് ആ ആപത്തിനെ നോക്കി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സീയിങ്ങിൻ്റെ കൂടെയുള്ള ഒരു പെണ്ണും അത് ജൂനിയർ പയ്യനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജൂനിയർ പയ്യൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പെണ്ണിങ്ങനെ പറയും, ഈ സമയത്ത് നീ ഒന്നും മിണ്ടരുത്, വായ മൂടി നിൽക്ക്, ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ മന്ത്രമൊക്കെ പോകും, അവൻ പിന്നെ നമ്മളോട് വഴക്കുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ടിയാനെയാണ് കേട്ടോ. ടിയാനാണെന്നുണ്ടെങ്കിലും ആ പാട്ട് പാടുന്ന പെണ്ണിൻ്റെ അടുത്ത് എല്ലാവരും വന്ന് നിൽപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ ചെക്കൻ അവിടെ നിൽപ്പുണ്ടാവും. ആ സമയത്ത് നമ്മുടെ ലിങ്ഷ് ഓടി വന്നിട്ട് അവനെ തലക്കെട്ടടിക്കും, നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നതാ, എന്തൊരു ഷോകായിട്ടാണ് ആ പെൺകുട്ടി പാടുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ലിങ്ഷനെ അവിടെ പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. ലിങ്ഷയും അതുപോലെ നമ്മുടെ ടിയാനാണെങ്കിൽ റോബോട്ടിനെ പോലെ അതെല്ലാം മതിപറന്ന് കേട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മാംഗ്ലി വരുന്നുണ്ട്, ഇതെന്താ ഇവർക്ക് പറ്റിയെന്നുള്ള രീതിയിൽ ഇവരെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ടിയാനും അതുപോലെ ലിങ്ഷയും ആ പാട്ട് പാടുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സീയും കാണുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ്റെ മനസ്സിലാവും ഈ മ്യൂസിക്കിൽ എന്തോ പ്രശ്നം എന്നുള്ള രീതിയിൽ അവൻ താഴേക്ക് വരികയാണ് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ മാംഗ്ലി ആണെന്നുണ്ടെങ്കിൽ ആ പാട്ട് പാടുന്ന പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് കയ്യിൽ തൊട്ടിട്ട് പറയും, ഇനി നിങ്ങളിത് പാടരുത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ പെണ്ണിനെ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ഇതോടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി സുബൈർ. ടാറ്റാ.